ചിത്രത്തിൻ്റെ തുടക്കത്തിൽ 1970കളിലെ രംഗങ്ങളാണ് കാണിക്കുന്നത്. ഹോങ്കെ എന്ന ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ തൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ വെച്ച് വേശ്യയായ ഒരു യുവതിയുമായി ബന്ധപ്പെട്ടതിനു ശേഷം അവളെ ക്രൂരമായി കൊലപ്പെടുത്തുകയാണ്. ഹോങ്ക അവളുടെ ശരീരം താഴേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും താഴത്തെ നിലയിലുള്ള അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്നവർക്ക് സംശയം തോന്നുമെന്നുള്ളതിനാൽ അവൻ ആ തീരുമാനം മാറ്റി. ശേഷം അവൻ ആ വേശ്യയുടെ മൃതദേഹം തിരികെ കൊണ്ടുപോവുകയും അത് പലതായി ഛേദിച്ച് മാറ്റുകയും ചെയ്തു. പിന്നീട് അവൻ പറ്റാവുന്നത്ര ഭാഗങ്ങൾ ഒരു സ്യൂട്ട് കേസിലാക്കി പുറത്തുണ്ടായിരുന്ന പൊന്തക്കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. ബാക്കിയുണ്ടായിരുന്ന ഭാഗങ്ങൾ അവൻ തൻ്റെ ചുമരിലുണ്ടായിരുന്ന ഷെൽഫിലാക്കി അടച്ചു വെച്ചു. ഈ ഒരു സംഭവം പത്രമാധ്യമങ്ങളിൽ വലിയ വാർത്തയായെങ്കിലും പോലീസിനെ പ്രതിയെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ 4 വർഷങ്ങൾ കടന്നുപോയി. ശേഷം കാണിക്കുന്നത് സ്കൂൾ വിദ്യാർത്ഥിനിയായ പെട്രെ തൻ്റെ സഹപാഠിയായ വില്ലിക്കൊപ്പം ചുറ്റിക്കറങ്ങുന്ന രംഗങ്ങളാണ്. ഈ ഒരു സമയത്ത് അതിസുന്ദരിയായ പെട്രയെ ഹോങ്ക കാണാനിടയാവുകയാണ്. പെട്രയെ കണ്ടതോടെ ഹോങ്കയുടെ മനസ്സിൽ മോഹമുദിച്ചു. അതോടെ എങ്ങനെയെങ്കിലും അവളെ പിടികൂടണമെന്ന് ഹോങ്ക തീരുമാനിച്ചിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ അവളെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ടാണ് ഹോങ്ക നടന്നിരുന്നത്. ഹോങ്ക തൻ്റെ ഒഴിവു സമയങ്ങളിലെല്ലാം ദ ഗോൾഡൻ ഗ്ലോവ് എന്ന പബ്ബിൽ സമയം ചെലവഴിക്കുന്നത് പതിവായിരുന്നു. വിരൂപനായ ഹോങ്കയെക്കുറിച്ച് അവിടെ ഉണ്ടായിരുന്ന വേശ്യകൾ വെറുപ്പോടെ സംസാരിക്കുന്നത് അവൻ പലപ്പോഴും കേൾക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഹോങ്ക ആ ബാറിൽ വെച്ച് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഗർഡ എന്ന സ്ത്രീയെ പരിചയപ്പെടുന്നത്. ശേഷം അവൻ ആ സ്ത്രീയെ താനുമായി ബന്ധപ്പെടണം എന്ന നിബന്ധനയോടെ അവൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഹോങ്കയുടെ അപ്പാർട്ട്മെൻറ്റിൽ അസഹ്യമായ ദുർഗന്ധമുണ്ടായിരുന്നു. വളരെ മൃഗീയമായ രീതിയിലാണ് ആ രാത്രിയിൽ അവൻ ഗർഡയുമായി ബന്ധപ്പെട്ടിരുന്നത്. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ ഇവിടെ നിന്നും പോകണമെന്ന് ഗർഡയോട് പറഞ്ഞുകൊണ്ട് ഹോങ്ക ജോലിക്ക് പോയി. പോകാനൊരിടവുമില്ലാത്തതിനാൽ ഹോങ്കയുടെ വീട് വൃത്തിയാക്കി ഗർഡ അവിടെ തന്നെ തുടരുകയാണ്. ഇതിനിടെ ദുർഗന്ധം വമിച്ചിരുന്ന ആ ഷെൽഫ് ഗർഡ കണ്ടിരുന്നെങ്കിലും അവളത് തുറന്നു നോക്കിയിരുന്നില്ല. തിരിച്ചെത്തിയപ്പോൾ അവളെ അവിടെ കാണാനിടയായ ഹോങ്ക അവളെ മർദ്ദിച്ചെങ്കിലും വീട്ടുജോലിക്കും ലൈംഗികതയ്ക്കുമായി അവളെ അവിടെ തുടരാൻ ഹോങ്ക അനുവദിച്ചു. മാത്രവുമല്ല, ഗർഡയ്ക്ക് സുന്ദരിയായൊരു മകളുണ്ടായിരുന്നു. അവളെ പരിചയപ്പെടുത്തി തരണമെന്ന് ഹോങ്ക ഗർഡയുമായി കരാർ വച്ചിരുന്നു. പിന്നീടുള്ള രാത്രികളിലും വളരെ മൃഗീയമായി തന്നെയാണ് അവൻ ഗർഡയുമായി ബന്ധപ്പെട്ടിരുന്നത്. അങ്ങനെയിരിക്കെ ഒരു നാൾ ഹോങ്കയുടെ വിവാഹമോചിതനായ ഒരു സഹോദരൻ മദ്യപിക്കാനായി ഹോങ്കയുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തി. ഉച്ചഭക്ഷണത്തിനു ശേഷം അയാൾ മടങ്ങി. അയാളോടും ഗർഡയുടെ സുന്ദരിയായ മകളെക്കുറിച്ച് ഹോങ്ക പറഞ്ഞിരുന്നു. പിന്നീട് ഗർഡയുടെ മകളെ പരിചയപ്പെടാനായി ഗർഡയെയും കൂട്ടി ഹോങ്ക പബ്ബിലേക്ക് ചെല്ലുകയാണ്. അവിടെ വെച്ചാണ് താനും മകളുമായി ഏറെക്കാലമായി അകന്നു കഴിയുകയാണെന്നും താൻ വിളിച്ചാൽ അവൾ വരില്ലെന്നും ഗർഡ ഹോങ്കയോട് വെളിപ്പെടുത്തുന്നത്. ക്ഷുഭിതനായ ഹോങ്ക അരിശത്തോടെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ് ഞെരിച്ചുടച്ചു. അതോടെ അവൻ്റെ കയ്യിൽ മുറിവുണ്ടായി. തൻ്റെ മുറിവ് വെച്ച് കെട്ടാനായി ഹോങ്ക വാഷ്റൂമിലേക്ക് പോയി. ഈ ഒരു സമയത്ത് സുവിശേഷ പ്രഘോഷണത്തിനായി അങ്ങോട്ടേക്ക് എത്തിയിരുന്നൊരു കന്യാസ്ത്രീ ഗർഡയെ കണ്ടുമുട്ടുകയാണ്. ആ കന്യാസ്ത്രീ അവൾക്ക് പുനരധിവാസം വാഗ്ദാനം ചെയ്തു. അതോടെ ഗർഡ സന്തോഷത്തോടെ ആ കന്യാസ്ത്രീയുടെ കൂടെ പോവുകയാണ്. തിരിച്ചെത്തിയ ഹോങ്ക രോക്ഷത്തോടെ ഗർഡയെ കാണാതെ അവിടെ മുഴുവൻ അന്വേഷിച്ചെങ്കിലും അവളെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഗർഡ പോയതോടെ ഹോങ്ക ആ പബ്ബിലുണ്ടായിരുന്ന വേശ്യകളായ 3 സ്ത്രീകളെ പരിചയപ്പെടുകയാണ്. ഈ ഒരു സമയത്താണ് ആ പബ്ബിൽ മദ്യപാനികൾ തമ്മിൽ ഒരു വഴക്ക് ഉടലെടുക്കുന്നത്. അതോടെ ആ 3 സ്ത്രീകളും ഒന്നും നോക്കാതെ ഹോങ്കയുടെ കൂടെ അവൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് ചെല്ലുകയാണ്. പോകുന്ന വഴിയിൽ അമിതമായി മദ്യപിച്ചിരുന്ന കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സ്ത്രീ റോഡിൽ ബോധരഹിതയായി വീണിരുന്നു. അതോടെ ബാക്കിയുണ്ടായിരുന്ന 2 സ്ത്രീകളെയും കൂട്ടി ഹോങ്ക തൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തി.
അവിടെ വെച്ച് ഹോങ്ക ആ രണ്ട് സ്ത്രീകളോടും പരസ്പരം ബന്ധപ്പെടാനായി നിർബന്ധിക്കുകയാണ്. ഇത് കേട്ട് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സ്ത്രീ എതിർത്തു. അവളെ ഹോങ്ക ക്രൂരമായി മർദ്ദിച്ചു. അതോടെ ആ സ്ത്രീ ബാത്റൂമിൽ പോകണമെന്നും പറഞ്ഞുകൊണ്ട് ഹോങ്കയുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്നും ബുദ്ധിപരമായി രക്ഷപ്പെടുകയാണ്. ക്ഷുഭിതനായ ഹോങ്ക ഇതറിയാതെ അവിടെ ഇരുന്ന് മദ്യപിച്ചിരുന്ന ഒപ്പമുണ്ടായിരുന്ന വേശിയെ മൃഗീയമായി കൊലപ്പെടുത്തി. ശേഷം അവൻ അവളുടെ മൃതദേഹം 4 മുറിച്ച് മുമ്പ് മൃതദേഹങ്ങൾ മറവ് ചെയ്തിട്ടുള്ള അതേ ഷെൽഫിൽ തന്നെ അവളുടെ മൃതദേഹവും മറവ് ചെയ്തു. പിന്നീട് ഒരു ദിവസം റോഡിലൂടെ അലക്ഷ്യമായി നടക്കുകയായിരുന്ന ഹോങ്കയെ ഒരു വാൻ ഇടിക്കാനിടയായി. സാരമായി പരുക്കേറ്റിരുന്നെങ്കിലും ഹോങ്കെ ആ അപകടത്തെ അതിജീവിച്ചു. അതോടെ അവൻ മദ്യപാനം പൂർണ്ണമായും ഉപേക്ഷിക്കാമെന്ന് തീരുമാനിച്ചെങ്കിലും പിന്നെയും ഹോങ്ക പബ്ബിലേക്ക് ചെല്ലുകയാണ്. ആ നാളുകളിൽ ശാന്തനായി കാണപ്പെട്ടിരുന്ന ഹോങ്ക പിന്നീട് ഒരു ഓഫീസ് സമുച്ചയത്തിൽ വാച്ച്മാനായി ജോലിക്ക് കയറുകയാണ്. അവിടെ വെച്ചവൻ ആ ബിൽഡിങ്ങിലെ ക്ലീനറായ ഹെൽഗ എന്ന യുവതിയെ പരിചയപ്പെട്ടു. ഒറ്റ നോട്ടത്തിൽ തന്നെ ഹോങ്ക അവളിൽ ആകൃഷ്ടനായി. അവളുടെ ജന്മദിന പാർട്ടിയിൽ വെച്ച് ഹോങ്ക ഹെൽഗയുടെ ഭർത്താവിനെ പരിചയപ്പെട്ടു. പിന്നീട് ഒരു ദിവസം ഹെൽഗ ഹോങ്കയുടെ ക്യാബിനിലേക്കെത്തി. തൻ്റെ ഭർത്താവ് തൊഴിൽ രഹിതനാണെന്നും വീടിൻ്റെ വാടക കൊടുക്കാൻ പോലും തൻ്റെ ശമ്പളം കൊണ്ട് കഴിയുന്നില്ലെന്നും അന്ന് വിഷമത്തോടെ ഹെൽഗ ഹോങ്കയോട് പറഞ്ഞിരുന്നു. പിന്നീട് ഒരു ദിവസം ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നതിനിടയിൽ ഹോങ്ക ഹെൽഗയെ ബലാത്കാരം ചെയ്യാൻ ശ്രമിച്ചു. ഭാഗ്യവശാൽ ഹെൽഗയ്ക്ക് ഹോങ്കയുടെ പക്കൽ നിന്നും കുതറിമാറി രക്ഷപ്പെടാൻ സാധിച്ചിരുന്നു. അതോടെ മദ്യപിച്ചുകൊണ്ട് ഹോങ്ക വീണ്ടും സ്ഥിരമായി ചെല്ലാറുള്ള ആ പബ്ബിലേക്ക് ചെല്ലുകയാണ്. അവിടെ വെച്ചവൻ മറ്റൊരു വേശിയായ ഫ്രെഡ എന്ന സ്ത്രീയെ പരിചയപ്പെടുകയും അവളെ തൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. പതിവ് പോലെ തന്നെ അവൻ അവിടെ വെച്ച് അവളുമായി ക്രൂരമായി ബന്ധപ്പെട്ടു. അവൻ്റെ ചേഷ്ടകളെ ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ അവൻ ആ സ്ത്രീയെ മൃഗീയമായി ഉപദ്രവിച്ചിരുന്നു. അതിൻ്റെ ദേഷ്യത്തിൽ അവൾ ക്ഷീണിതനായി ഉറങ്ങുകയായിരുന്ന ഹോങ്കയുടെ മർമ്മസ്ഥാനത്ത് മുളക് തേച്ചു. ചുട്ടുനീറ്റം സഹിക്കാനാവാതെ ഉണർന്ന ഹോങ്കെ ഫ്രെഡയെ ക്രൂരമായി ഉപദ്രവിക്കുകയും അവളെ കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. ശേഷം അവൻ അവളുടെ ശരീരവും വെട്ടിനുറുക്കി ഭിത്തിയിലുണ്ടായിരുന്ന ഷെൽഫിലേക്ക് മാറ്റി. പിന്നീടുള്ള ദിവസങ്ങളിൽ പബ്ബിൽ വെച്ച് പരിചയപ്പെട്ടിരുന്ന മറ്റൊരു വേശിയെ കൂടി അവൻ തൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുവന്നിരുന്നു. അവളെയും അവൻ സമാന രീതിയിൽ തന്നെ അതിക്രൂരമായി കൊലപ്പെടുത്തി. ഇതേ സമയത്ത് ഹോങ്കയുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ താഴെയുള്ള അപ്പാർട്ട്മെൻറ്റിൽ ഒരു പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് അവർ ഹോങ്കയുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്നും താഴേക്ക് വീണിരുന്ന പുഴുക്കളെ കാണാനിടയാവുന്നത്. ഈ ഒരു വെപ്രാളത്തിൽ ഭയന്നു വിറച്ചവർ തങ്ങളുടെ ഗ്യാസ് സ്റ്റൗ ഓഫാക്കാൻ മറന്നിരുന്നു. ഇതൊന്നും അറിയാതെ ഹോങ്ക സ്ഥിരമായി താൻ പോവാറുള്ള പബ്ബിൽ തന്നെയായിരുന്നു. ഈ ഒരു സമയത്താണ് തൻ്റെ സുഹൃത്തായ പെട്രയെയും കൂട്ടി വില്ലി ആ പബ്ബിലേക്ക് എത്തുന്നത്. താൻ സ്വപ്നം കാണാറുള്ള പെട്രയെ കണ്ടതോടെ അവളെ എങ്ങനെയെങ്കിലും പിടികൂടണം എന്നുള്ളൊരു ചിന്ത ഹോങ്കയിൽ ഉടലെടുത്തു. അങ്ങനെ ഹോങ്ക അവളെ നിരീക്ഷിക്കാൻ ആരംഭിച്ചു. പിന്നീട് പബ്ബിലെ വാഷ്റൂമിലേക്ക് പോയ വില്ലിയുടെ ദേഹത്തേക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു വൃദ്ധൻ യൂറിൻ പാസ് ചെയ്തു. നാണക്കേട് മൂലം വില്ലി അവിടുത്തെ ബാത്റൂമിലേക്ക് കയറി വാതിലടച്ചിരിക്കുകയാണ്. ഏറെ നേരമായിട്ടും വില്ലിയെ കാണാത്തതിനെ തുടർന്ന് പെട്ര അവനെ അന്വേഷിച്ച് അങ്ങോട്ടേക്കെത്തി. എന്നിട്ടും പുറത്തിറങ്ങാൻ വിസമ്മതിച്ചവൻ തിരികെ പൊക്കോളുവെന്ന് പെട്രയോട് വിളിച്ചു പറഞ്ഞു. ഈ ഒരു സമയത്തെല്ലാം പെട്രയറിയാതെ ഹോങ്ക അവളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇത് തന്നെയാണ് പറ്റിയ സമയമെന്ന് ഹോങ്ക മനസ്സിലുറപ്പിച്ചു. അങ്ങനെ അവൻ തിരികെ വീട്ടിലേക്ക് പോയിരുന്ന പെട്രയെ പിന്തുടരുകയാണ്. അവൾ പോയിരുന്നത് ഹോങ്കയുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ സമീപത്തു കൂടിയായിരുന്നു. ഈ ഒരു സമയത്താണ് അവിടെ
നിരവധി ആളുകൾ കൂടി നിൽക്കുന്ന കാഴ്ച ഹോങ്ക കാണാനിടയാവുന്നത് കാരണം സ്റ്റൗ ഓഫ് ചെയ്യാൻ മറന്നിരുന്ന താഴെയുണ്ടായിരുന്ന അപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഹോങ്കയുടെ അപ്പാർട്ട്മെൻറ്റിന് തീ പിടിച്ചിരുന്നു. തീ അണയ്ക്കാനായി അങ്ങോട്ടേക്ക് കയറിയിരുന്ന അഗ്നിശമന സേനാംഗങ്ങൾ ഹോങ്കയുടെ അപ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്ന മൃതദേഹങ്ങൾ കണ്ടെത്തി. ഇതറിഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്ന ഹോങ്കയെ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് എത്തിയിരുന്ന പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്. അതിനാൽ തന്നെ പെട്രെ ഹോങ്കയുടെ കയ്യിൽപ്പെടാതെ രക്ഷപ്പെട്ടു. ഇതൊന്നും അറിയാതെ പെട്രെ വീട്ടിലേക്ക് പോകുന്ന രംഗത്തോടു കൂടി ചിത്രം അവസാനിക്കുകയാണ്.